ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ്. ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരെന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ ആക്ഷൻ എടുത്തുകൊണ്ട് ബെറ്റർ ഫ്യൂച്ചറിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അവർ തയ്യാറായിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്, അവരുടെ ഇമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളോട് വളരെയേറെ സ്നേഹമാണ് തോന്നുന്നത്. ലവ് ആൻഡ് കമ്പാഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. മുന്നേ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തിയിലേക്കാണ് അവർ നോക്കിക്കാണുന്നത്, ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ്. നിങ്ങളോട് ഇപ്പോൾ തോന്നുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. മറ്റുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. ശരിയായിരിക്കാം. അവരിലേക്ക് തിരിച്ചറിവ് വരികയാണ്. നിങ്ങൾ ശരിയാണെന്ന് അവർക്ക് ബോധ്യമാവാണ്. നിങ്ങളാണ് ജെനുവിനായിട്ട് സ്നേഹിച്ചതെന്ന് മനസ്സിലാവാണ്. അവർ ചെറിയ രീതിയിലുള്ള ചീറ്റിങ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു കെയർ, ആ ഒരു സ്നേഹം മനസ്സിലാകുമ്പോൾ അവർക്ക് അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുകയാണ്. അവർ ബോൾഡായിട്ട് ഒരു ആക്ഷൻ എടുക്കുകയാണ്. അവർ ഹീലാവുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർക്ക് ബോധ്യം വരുമ്പോൾ അവർ ഹീലാവുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ദൈവത്തോടൊരു പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളോട് അവർ മനഃപൂർവ്വമായിട്ട് സോറി പറയുന്നുണ്ട്. ഓക്കെ, അവർ വളരെ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ കപ്സ് കാർഡ് പറയുന്നത്, ക്യൂൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ആ പിക്ചർ നോക്കൂ, ആ ഒരു ഹേർട്ടിനെയാണ് കാണിക്കുന്നത്. അവരുടെ ഹൃദയം നിറച്ച് നിങ്ങളോടുള്ള സ്നേഹം അവരറിയിക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. ഇവിടെ 3 കാർഡ് അടുപ്പിച്ച് ക്യൂനാണ് വന്നിട്ടുള്ളത്. അവരുടെ ഇമോഷനെ, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെയാണ് മീൻ ചെയ്യുന്നത്. അതിൻ്റെ എക്സ്ട്രീം എത്തിക്കഴിഞ്ഞു. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു തലങ്ങളെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്യൂൻ ഓഫ് സോർട്സ് കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അവരൊരു തോട്ട് ലീഡറാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. എക്സലന്റ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് പറയുന്നു. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ടെക്സ്റ്റായിട്ടോ കോളായിട്ടോ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊത്ത് കുറച്ച് നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ വളരെ ഹോണസ്റ്റായിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ആ വ്യക്തി യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹീലായിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് പോകുന്നത്. ബീയിങ് ഡയറക്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സീക്കിംഗ് ട്രൂത്ത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. എന്തു തന്നെ ആയിക്കോട്ടെ, മറ്റുള്ള വ്യക്തികളുടെ പ്രവർത്തനോ വാക്കുകളോ എന്തു തന്നെ ആയിക്കോട്ടെ, എങ്കിൽ ഇപ്പോൾ അവർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ജെനുവിനാണ്. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാമെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവാണ്. അവരൊരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ കുറേ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, പാസ്റ്റിനെ കുറിച്ച്, നിങ്ങളുമൊത്തുള്ള നിമിഷങ്ങളെക്കുറിച്ച്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു തോട്ട് ലീഡർ എന്ന നിലയ്ക്ക് അവർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തി വളരെയേറെ ജെനുവിനാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവരെ ഇതുവരേക്കും നിങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു കരുതൽ കൊടുത്തിട്ടുള്ളൂ. അതവർ മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ നല്ലൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ കോളായിട്ടും മെസ്സേജായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ 3 കാർഡ്സിലും പറയുന്നുണ്ട്.
നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്. 10 ഓഫ് സ്വാർട്സ് കാർഡാണ്. നിങ്ങളുടെ വേദന എന്താകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. കുറേ നാളുകളായിട്ട് നിങ്ങൾ വളരെയേറെ വിഷമത്തിലൂടെ പോയിട്ടുള്ളത്. ഏത് രീതിയിൽ നോക്കിയാലും നിങ്ങൾക്ക് വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരികയാണ്. അതിലൊന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹം. നിങ്ങൾ ഡീപ്പ് ഹീലിംഗ് നടത്തുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഇപ്പോഴും ഹീലിംഗ് നടത്താത്തവരുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ദേഷ്യവും വൈരാഗ്യം വെക്കുന്നവരുണ്ടെങ്കിൽ ഡീപ്പ് ഹീലിംഗ് നടത്തുക. നിങ്ങൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഡിസയേഴ്സ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വേദന എന്തായിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഹോപ്പിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിനാണ് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് വരാൻ പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ഹീലാവണം. നമ്മൾക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം വേണ്ട. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ഒരു ദിവസം ഞാൻ ആരെങ്കിലോടും മനഃപൂർവ്വമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഞാൻ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ് യൂണിവേഴ്സ് എന്ന് പറയണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ. അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരുള്ളൂ. ഉറപ്പായിട്ടും പറയുകയാണ്, നമുക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വേണമെങ്കിൽ നമ്മൾ എല്ലാവരോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് പെരുമാറണം. നമ്മളുടെ പെരുമാറ്റമാണ് നമ്മളിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരിക. ഒരു സ്മൈല്, എല്ലാവരും കാണുമ്പോഴും ഒരു സ്മൈല് കൊടുക്കുക. ഒരു ശത്രുത നമുക്ക് ആരോടും വേണ്ട. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരും. നമ്മളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മളിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വേദന എന്താകുന്നു, നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് വൺസ് കാർഡാണ്. ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അവർ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളെ കാണുവാനുള്ള അവസരം അവർക്ക് മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കാണാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് നിങ്ങളും ചെന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ അവസരങ്ങൾ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അവർ വീണ്ടും പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളവരെ ചേസ് ചെയ്തിട്ടുണ്ടാവാം. കഴിഞ്ഞ പോയ കാലത്തിൽ പാസ്റ്റിൽ നിങ്ങളവരെ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. എന്നാൽ അവർ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവരാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. അവരാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരാണ് പരിശ്രമിക്കുന്നത്. അവിടെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ ഷെയർ ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തി, ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മെസ്സേജായിട്ടോ കോളായിട്ടോ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, ഉറപ്പാണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുകയാണ്. പല സാഹചര്യങ്ങളായിട്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ എടുക്കും? നിങ്ങളിൽ നിന്നും അവരല്ലേ മാറി നിന്നത്, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. അവരല്ലേ നിങ്ങളെ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അവരൊരു കോളോ മെസ്സേജൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു സംശയം അവരിലുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അവരിപ്പോൾ ബോൾഡായിട്ട് ആക്ഷൻ എടുത്തിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് വൺസ് കാർഡാണ്. ന്യൂ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ, കുറേ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ ഒരു ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ് എന്നവർ പറയും. അവർ ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന് പറയും. അതാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. പുതുതായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായി പോയിട്ടൊന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് പറയുന്നത്. അവരാണിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവർ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം അവർക്ക് കിട്ടാനായിട്ട്. മനസ്സിലായോ? പുതിയ തുടക്കത്തെയാണ് അവിടെ കാണിക്കുന്നത്. ബ്രില്യന്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ബ്രില്യന്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോവില്ല, ഉറപ്പാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചറാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് വളരെയേറെ എന്താ പറയുക, ഒരു അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ വരുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. പുതുതായിട്ട് ആരംഭിക്കാൻ പോവാണ്. ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാണ്, ഒരു സ്ഥിരത. ഇനി നിങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ എൻഡ് വരെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. കിങ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ പെൻഡക്കിൾ കാർഡ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസ് ആണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രസ്, അബഡൻ ആണ് പ്രതീക്ഷിക്കേണ്ടത്.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, അബണ്ടൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന പറയുന്നേ. മാത്രമല്ല ഇവിടെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവിടേക്കുള്ള ഒരു വഴി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും മാറ്റമാണ് വരാൻ പോകുന്നത്. പ്രോഗ്രസ് ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മേലേക്ക് യൂണിവേഴ്സ് തരും, മസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്കുള്ള കറക്റ്റായിട്ടുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. എവിടെ നിങ്ങൾക്ക് സ്റ്റക്കായി തോന്നിയിട്ടുണ്ടോ അവിടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ പോവാണ്. നിനക്ക് അനുയോജ്യമായ വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണെന്ന് ഈ കാർഡ് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗോൾ നേടാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും കൂടുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണ്. പ്രോസ്പെരിറ്റി ആണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. കിങ് ഓഫ് പെന്റക്കിൾ മീൻ ചെയ്യുന്നത് പ്രോസ്പെരിറ്റി ആണ്. നിങ്ങളുടെ ഡ്രീംസ് സക്സസ് ആവാൻ പോവുകയാണ്. നിങ്ങൾ സ്വപ്നം കാണാം. നിങ്ങൾ എത്ര സ്വപ്നം കാണാൻ പറ്റുമോ അത്രത്തോളം സ്വപ്നം കാണാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്വപ്നം കാണാം. മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഇങ്ങനെയൊന്നും പോരാ, എൻ്റെ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. എൻ്റെ യൂണിവേഴ്സ് അതിനെ ബ്ലെസ് ചെയ്യണം. നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുരോഗതി, സ്റ്റെബിലിറ്റി, പ്രോഗ്രസ്, അബണ്ടൻ, ഇതൊക്കെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. യൂണിവേഴ്സിൽ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ പോവാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യൂണിവേഴ്സിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങൾ ഹീലാവുക, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. ഹീലായിക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും പോസിറ്റീവ് തന്നെയാണ് ലൈഫിൽ വരിക. ഉറപ്പാണ്. നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ പോവാണ്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഇതിലെല്ലാം നിങ്ങൾക്ക് വിജയമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഒരു ബാലൻസ് അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് അവർ ആഗ്രഹിക്കുകയാണ്. അവര് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, ഹീലാവുന്നുണ്ട്. അവര് ഒരു ഇക്വിലിബ്രിയം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അവര് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളാണ് ബെസ്റ്റ് ഹാഫ് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളോടെല്ലാം അവർ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ പിക്ചർ നോക്കൂ, ഒരു ബാലൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളോട് കുറേ കാര്യങ്ങൾ അവർക്ക് പറയണം, മനസ്സ് തുറന്ന് പറയണം. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കുകയാണ് അവര്. അടുത്ത കാർഡ് ഒന്നും പറയാനില്ല, 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ സാധ്യമാവാൻ പോവാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാണ്. യൂണിവേഴ്സ് അവിടെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു വിജയ സാധ്യതയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. സ്പീഡായിട്ടുള്ള ആക്ഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളിൽ യൂണിവേഴ്സ് നല്ല രീതിയിലുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള കാര്യം കറക്റ്റായിട്ടുള്ള സമയത്ത് യൂണിവേഴ്സ് എത്തിക്കാൻ പോവാണ്. ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോവാണ്. ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ വ്യക്തികൾക്ക് ഗുഡ് ന്യൂസ് വരാൻ പോവുകയാണെന്ന് പറയുകയാണ്. അപ്കമിങ് പോസിറ്റീവിനെയാണ് 8 ഓഫ് വാൻഡ്സ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നു, ക്വിക്കായിട്ടുള്ള എനർജി വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഡിസയേഴ്സ് സാധ്യമാവാൻ പോകുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുക. സക്സസ് ആണ് കാണിക്കുന്നത്. സന്തോഷ നിമിഷങ്ങളെയാണ് 8 ഓഫ് വാൻഡ്സ് കാർഡ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും അവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒരു ഒഴുക്കിനെയാണ് കാണിക്കുന്നത്. അത് നിങ്ങളിലേക്കുള്ള ഒരു പ്രതീക്ഷയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്കുള്ള ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ് കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അത് പറയണോ വേണ്ടയോ എന്നുള്ളൊരു സംശയമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് സത്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇനി അത് വീണ്ടും എടുത്തു പറയണോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി വീണ്ടും വഷളാക്കണ്ട, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അത് ഇനി ഈ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടായിരിക്കണം
മറ്റുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളോട് ഇനി അവർ പറയാനായിട്ട് മടിക്കുന്നതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി അത് വഷളാക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, സമയം സന്ദർഭം വരുമ്പോൾ നമുക്ക് സാവധാനത്തിൽ ചോദിച്ച് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. അവരൊരു റോങ് ചോയ്സ് എടുത്തു എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോങ് ചോയ്സ് എടുത്തത് എന്താണ്? നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷൻ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലം, വാക്ക് മൂലം ഒരു റോങ് ചോയ്സ് എടുത്തു. കുറച്ച് കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളത് വലിയ കാര്യമാക്കണ്ട. സാവധാനം സന്ദർഭം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 10 ഓഫ് പെൻഡക്കിൾ ആണ്. കറന്റ് ഫീലിംഗ് ആണ്, കറന്റ് എനർജിയാണ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പ്രണയ നിമിഷം നിങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ ബെറ്റർ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. അവർ നിങ്ങളുമൊത്തുള്ള ബെറ്റർ ലൈഫ് ആഗ്രഹിക്കുന്നു, ബ്രില്യൻറ്റ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു. പ്രോസ്പെരിറ്റി നിങ്ങളിലേക്ക് വരുന്നു, വെൽത്ത് നിങ്ങളിലേക്ക് വരുന്നു. പെൻഡക്കിൾ കാർഡ് മീൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സക്സസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും മേലേക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരികയാണ്. ഉറപ്പാണ്, അവർ നിങ്ങളെ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളും എത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ഉറപ്പാണെന്ന് ഞാൻ പറയുകയാണ്. അവരുടെ മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട്, ഉറച്ച നിലപാട് അവരെടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? ഇന്നത്തെ ഫീലിംഗ് ആണ്, കറന്റ് എനർജിയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സന്ദർഭം അനുസരിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അവർ വരട്ടെ, ആദ്യം അവർ തിരിച്ചു വന്നുകൊണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ, ഒരു വ്യക്തത വരുത്തട്ടെ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളുടെ എനർജി പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.